കർത്താവെ, സിസിലി ആൻറ്റി കണ്ടാൽ തീർന്നു. ശബ്ദമുണ്ടാക്കാതെ സ്റ്റെപ്പുകൾ കയറി. എവിടേക്കാണ്? ഓപ്പൺ ബാൽക്കണിയിൽ നിൽക്കുന്ന എഡ്വിൻ. നിഷ പേടിയോടെ കയ്യിലിരിക്കുന്ന ജഗ്ഗിൽ മുറുകെ പിടിച്ചു. ഓ, അവനു വേണ്ടിയാകും അല്ലേ? വെള്ളം മാത്രമേ ഉള്ളോ? കഴിക്കാനൊന്നും എടുത്തില്ലേ? വഷളൻ ചിരിയോടെ നിഷയെ അടിമുടി നോക്കുന്നുണ്ട്. വഴിയിൽ നിന്ന് മാറ്, എനിക്ക് പോകണം. അതിനെന്താ, മാറാം, ധൃതി കാണും. അവൻ ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നു. ഒരു കാര്യം ഓർത്തു വെച്ചോ, ഡെന്നിയും ആ പെണ്ണും ഇഷ്ടത്തിലാ. അവളില്ലാത്ത സമയങ്ങളിൽ അവന് നിന്റെ ആവശ്യം ഉണ്ടാവും. അവസാനം വയറ്റിലൊരു കൊച്ചിനെ തന്ന് അവർ മുംബൈക്ക് പോകും. നിന്നെപ്പോലെ ഒരു പിഴച്ച സന്തതി കൂടി ജനിക്കും. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ എഡിനു നേരെ വിരൽ ചൂണ്ടി. എടി! ആ വിരലിൽ പിടിക്കാനൊരുങ്ങുമ്പോൾ താഴെ ഡെന്നിയുടെ കാറ് വന്ന് നിന്നു. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. ചെല്ല്, ഇതിനുള്ള മറുപടി താമസിയാതെ തരാം. ഇപ്പോ കാത്തിരിക്കുന്നവനെ വിഷമിപ്പിക്കണ്ട. ഇവൻ പറഞ്ഞത് ശരിയായിരിക്കോ ഇച്ചായൻ? ഒന്നും ഉണ്ടാവില്ല. ആ ചേച്ചിയെ കാണണം, സംസാരിക്കണം. ഡെന്നി വാതിൽ ഭാഗത്തേക്ക് തന്നെ നോക്കി കിടക്കുവാണ്. അനി, കയറി വാ കൊച്ചേ. ജഗ് ടേബിളിലേക്ക് വെക്കുമ്പോൾ പിന്നിൽ ഡോർ ലോക്ക് വീണു. വല്ലാത്ത പരവേശം. തൊണ്ടക്കുഴി വറ്റി വരണ്ടു. അനി ഇടുപ്പിലൂടെ ഒരു കൈ ചുറ്റി. അവൻ്റെ സാമീപ്യം വേദന നിറഞ്ഞ ഹൃദയം വിങ്ങിപ്പൊട്ടി. ആനിക്കൊച്ചേ, എന്താ, ഇഷ്ടായില്ലേ? മുന്നിലെ മിററിൽ തെളിഞ്ഞു കാണുന്ന ഡെന്നിയുടെ രൂപം. അവൻ അകന്നു മാറി ബെഡിലിരുന്നു. വന്നേ. ഇച്ചായൻ്റെ കുഞ്ഞി പെണ്ണിന് എന്താ പറ്റിയേ? മടിയിലായി പിടിച്ചിരുത്തി. ഇച്ച, അവൾ കുതറി. അനി പ്ലീസ്, ഞാൻ പറഞ്ഞു ആരിനി എന്ത് ചെയ്താലും ഈ ആനി ഇച്ചായൻ്റേത് മാത്രമാണെന്ന്. വിശ്വാസമില്ലേൽ ഈ നിമിഷം മിന്നു ചാർത്താൻ ഞാൻ ഒരുക്കമാണ്. സ്വന്തമാക്കട്ടെ. വെന്ത് നേറിയ ഉള്ളം ആറി തണുത്തു. എന്താ ഒന്നും പറയാത്തെ? സമ്മതം? വിശ്വാസ. മിന്നു വേണം, പക്ഷെ ഇവിടെ വെച്ചല്ല, പള്ളിയിൽ എല്ലാവർക്കും മുന്നിൽ. ഷുവർ, ഉടനെ ഉണ്ടാകും കേട്ടോ. കാത്തിരിക്കാൻ എനിക്കും വയ്യ. ചെവിക്ക് പിന്നിലെ രോമരാജികളെ അവൻ വിരലിനാൽ തഴുകുന്നുണ്ട്. ആനിക്കൊച്ച് സുന്ദരിയാ. ഈ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പം എന്താ തരിക? പ്രണയ സമ്മാനം വേണ്ടേ? അവൻ്റെ ശബ്ദത്തിൽ ഇതേവരെ ഇല്ലാത്ത മാറ്റം. വേണ്ട, ഞാൻ പോവുക. ആ ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ? ചേച്ചി വരും, പതിയെ വരട്ടെ. മുടിയിൽ മുഖം അമർത്തി വെച്ചു. ഇച്ച, അവൾ മുന്നിലേക്ക് ആഞ്ഞു. അരക്കെട്ടിലെ അവൻ്റെ കൈയുടെ മുറുക്കം കൂടി. കൈത്തണ്ടയിൽ നിന്നും ചൂണ്ടുവിരൽ മേലേക്ക് ഇഴഞ്ഞ് കയറുന്നുണ്ട്. വേണ്ട കേട്ടോ ഇച്ച. വേണം. ഷോൾഡർ ഭാഗം കുറച്ച് താഴ്ന്നതും വിറയലോടെ അവനെ നോക്കി. കണ്ണുകൾ തമ്മിൽ പരസ്പരം കൊരുത്തു. ശ്വാസത്തിന് പോലും കനം വെച്ചതുപോലെ അവൾക്ക് തോന്നി. ഈ ഒരു പ്രാവശ്യം സമ്മതം വേണം. അവൻ്റെ പ്രണയചുംബനം ഏറ്റുവാങ്ങാൻ നെഞ്ചം സമ്മതം അറിയിക്കുന്നു. ഇച്ചായ. ഡെന്നി ചിരിയോടെ അവളെ മുറുകെ പിടിച്ചു. നോട്ടം തൊണ്ടക്കുഴിയിൽ മാത്രമായി. ഡോറിൽ ഒരു മുട്ട്. നിഷ പിടപ്പോടെ എഴുന്നേറ്റു. ഛേ! അവൻ ബെഡിൽ ആഞ്ഞിടിച്ചു. അവളുടെ കവിൾത്തടം വഴി നീർമുത്ത് ഒഴുകിയിറങ്ങി. എന്താ പൊന്നാ, കരയാൻ വേണ്ടി എന്തേലും ഉണ്ടായോ? അത് എഡിനാ. സിസിലിയമ്മയും എല്ലാവരും ഉണ്ടാകും. ഞാൻ ഈ റൂമിലേക്ക് കയറുന്നത് അവൻ കണ്ടതാ. പേടിയാവുക. സിസിലിയമ്മ എന്നെ അടിക്കും, ചീത്ത വാക്ക് പറയും. ഒന്നുമില്ല, അത് അരുണയാ. ആണോ? ഞാൻ പോയി ഡോറ് തുറക്കട്ടെ? വേണ്ട, ഞാൻ പോകാം. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മിസ്സാകുന്നത്. ഒരു തവണ കറണ്ട് ചതിച്ചു. ഇപ്പോൾ അരുണയും. പെണ്ണിൻ്റെ നുണക്കുഴിയുടെ ആഴം കൂടി. ചിരിക്കല്ലേ പൊന്ന. ചൂണ്ടുവിരൽ കൊണ്ട് കവിളിലെ ആ ഗർത്തത്തിൽ അവനൊന്ന് കുത്തി. ഇച്ച, ആ ചേച്ചി വാതിൽ തള്ളി പൊട്ടിക്കുന്നാ തോന്നുന്നത്. ചുണ്ടുകൾ കൂർത്തു. ഹനി, നീ എന്നെ ചീത്തയാക്കുവാണ്. ഇതിനെല്ലാം കൂടി കുറച്ച് കടുത്ത ശിക്ഷ തന്നെ തരും ഞാൻ. അവളിൽ നിന്ന് അകന്നു മാറി. ഡോർ തുറന്നു. അടച്ചു പൂട്ടിയിട്ട് ഇതിനകത്ത് എന്താടാ നടക്കുന്നത്? നീ മുട്ട വിരിയിക്കുവാണോ? ഡെന്നിയെ തള്ളി മാറ്റി റൂമിലേക്ക് കയറിയ അരുണയുടെ നോട്ടം നിഷയിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഈശ്വര, ഈ ചെക്കനിതെന്താ കാണിക്കുന്നേ? അവൾ നെഞ്ചിൽ കൈവച്ചു. ഡെന്നി, നീ ഒന്ന് വന്നേ. വെപ്രാളത്തിൽ കയ്യിൽ പിടിച്ചു വലിച്ചു. അനി, ഇച്ചായൻ ദേ വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയതും അരുണ അവനെ ചുഴിഞ്ഞു നോക്കി. എടാ, ആ കൊച്ചിന് എത്ര വയസ്സുണ്ടെന്നാ നീ പറഞ്ഞത്? നഴ്സിങ്ങിന് പഠിക്കുന്ന ആളാണോ അത്? 20 വയസ്സുണ്ട്. നഴ്സിംഗ് 3rd ഇയർ. അവന് ഒരു കൂസലുമില്ല.
ചുമ്മാതല്ല തടിയൻ മൂക്കും കുത്തി വീണത്. എൻ്റെ ഈശ്വര, പാണ്ടി ലോറി കയറിയ തവളയുടെ അവസ്ഥയാണല്ലോ അതിന്. എന്താടി, എന്നെയാണോ നീ ലോറിയാക്കിയത്? പിന്നല്ലേ ജിമ്മൻ ബോഡിയും പൊക്കവും. ആ പാവം ഇത്തിരിയല്ലേ ഉള്ളൂ. ഇവനെയൊക്കെ പ്രേമിക്കാൻ തോന്നിയ സമയം. അരുണ, നീ സീരിയസ് ആണോ? ആനി എനിക്ക് ചേരില്ലേ? അവൻ്റെ ആ നേരത്തെ ദയനീയത. അരുണ ഉറക്കെ ചിരിച്ചു. ഡെന്നി പല്ല് കടിച്ചു. അവൻ ദേഷ്യത്തിലാണ് എന്ന് മനസ്സിലായതും അവൾ വായെ പൊത്തി. എൻ്റെ ചെക്ക, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആനി കൊച്ച് സൂപ്പർ അല്ലേ, നിനക്ക് ചേരും. എന്തിനായിരിക്കും ആ ചേച്ചി ഇച്ചായനെ കൂട്ടിപ്പോയത്? എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എഡിൻ പറഞ്ഞതുപോലെ ഹായ് നിഷാനി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഓ, കുഞ്ഞിപ്പെണ്ണാണല്ലോ, സുന്ദരി കുട്ടി, ഒരു ബാർബി ഡോൾ. ഡെന്നി, എനിക്ക് നിന്റെ പെണ്ണിനെ ഇഷ്ടായി. അരുണ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. നിഷ ഒന്നോ രണ്ടോ വാക്കിൽ നിർത്തും. ഞാൻ എന്താ വിളിക്കുക? ഡോക്ടറേന്ന് വിളിക്കട്ടെ? ഏയ്, ആ വിളി വേണ്ട ചേച്ചി, അങ്ങനെ വിളിച്ചോ. എനിക്ക് സ്വന്തം ഒന്ന് പറയാനോ അങ്ങനെ വിളിക്കാനോ ആരുമില്ല. എന്നാ ഞാൻ പോട്ടെ ചേച്ചി. അത് വേണ്ട, ഞാൻ പോവുക മോളെ. ഒന്ന് ഫ്രഷായി കിടക്കണം, നല്ല തലവേദന. ഗുഡ് നൈറ്റ് ഡെന്നി. ഇച്ചാ പോവുകയാണോ ആനി? ഇന്ന് ഇവിടെ കിടക്കാം. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. അയ്യോ, എനിക്ക് പോകണം. പോകാം. അവൻ അരികിലേക്ക് വരുമ്പോൾ ഗ്ലാസ് മിററിൽ ചേർന്ന് നിന്നു. ഇച്ചായൻ പാവമല്ലേ കൊച്ചേ. ഇന്ന് എത്രയോ തവണ അവളുടെ അതരങ്ങൾ എന്തിനോ വേണ്ടി വിറച്ചു. അവൻ്റെ നോട്ടത്തിൽ തളർന്നു പോകുന്നുണ്ട്. നെറ്റിത്തടത്തിൽ വിയർപ്പു തുള്ളികൾ മിന്നി തുടങ്ങി. നുണക്കുഴിയിൽ മുത്തി നിവർന്നു. ഇനി പൊയ്ക്കോ ആനി. അവനിൽ നിന്നും മറ്റെന്തൊക്കെയോ അവളും ആഗ്രഹിച്ചു. ഡെനിച്ച പതിയെ അത്രമേൽ പ്രണയത്തോടെ ഒരു വീണയിൽ നിന്നും ഉതിർന്നു വീണ നാദം. അവളിലും സമ്മതം. അതരത്തെ ഒന്നാകെ തൻ്റേതാക്കി മാറ്റി. കണ്ണുകൾ കൂമ്പി അടയുമ്പോൾ ഡെന്നിയുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചു. ഗാഢമായ ചുംബനം. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു കേൾക്കാം. അകന്നു മാറാൻ കഴിയാത്തതുപോലെ ഒന്നുകൂടി ചേർന്ന് നിന്നു. ആനി തളർച്ചയിൽ കിതപ്പോടെ അവൻ്റെ ഹൃദയത്തിൽ മുഖം പൂഴ്ത്തി വെച്ചു. ഇച്ചായന് ഇവിടെ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞ് തിരികെ പോകും. ഹോസ്പിറ്റലിൽ ഞാനില്ലാതെ പറ്റില്ല. ഇച്ച പോകും മുന്നേ നമ്മുടെ കല്യാണം. ഒന്ന് ചിരിക്കു കൊച്ചേ, സന്തോഷമായില്ലേ? എൻ്റെ പഠിത്തം വല്യപ്പച്ചൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു മാലാഖയെ കാണുക എന്നുള്ളത്. മാലാഖ ആകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം ഈ മണവാട്ടിക്ക് വേണ്ടി. ആനി, സമയം 11 ഇന്നിനി ഇവിടെ കിടക്കാം. വേണ്ട, ഞാൻ പോവാ. നാളെ കാണാം. ഹരിയെ വിളിച്ചോ ആനി? ആ, നാളെ വരണ്ടാന്ന് പറഞ്ഞു. ഗുഡ് നൈറ്റ് ഇച്ച. ചെല്ല്, ഒരുപാട് ലേറ്റായി. നാളെ കോളേജിൽ പോകാനുള്ളതല്ലേ. അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി. റൂമിൽ കയറും മുന്നേ മേലേക്ക് നോക്കി. പോയി കിടന്നുറങ്ങടി, ഇല്ലേൽ ഞാനങ്ങ് വരും. ഡെന്നി നെഞ്ചുഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ അരുണ നിൽക്കുന്നുണ്ട്. നല്ല കൊച്ചല്ലേ ഡെന്നി? നിഷാനി അനാഥയാണ്. എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാനും അവളെ പോലെ. അതിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. ആനിയുടെ സങ്കടം ദേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ മാറി. പിന്നെ നിന്റെ പ്രശ്നം, അതിന് നല്ലൊരു ചെക്കനെ സെലക്ട് ചെയ്യ്. ഓ, തുടങ്ങിയല്ലോ. മമ്മിയുടെ ചുമതല നീ ഏറ്റെടുത്തോ. ഇനി നിന്നാൽ ശരിയാവില്ല. ഞാൻ പോവാ. ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ചുണ്ടിൽ പ്രണയമൊളിപ്പിക്കുന്ന ആ മുഖം ഒന്നുകൂടി കാണാൻ വല്ലാത്ത ആഗ്രഹം. ഹരികൃഷ്ണൻ, പ്രണയിക്കാൻ മോഹമുണ്ട്. പക്ഷേ ഈ IPSകാരിക്ക് പേടിയാ. ഒരു ഭ്രാന്തിയായി മാറാൻ ഇനി എനിക്ക് വയ്യ. നഷ്ടങ്ങളെന്നും അരുണയ്ക്ക് മാത്രം സ്വന്തം. ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും വേണ്ട. ഒരൊറ്റ കാഴ്ചയിൽ ഹൃദയത്തിൽ കയറി കൂടിയവനെ എങ്ങനെ വിശ്വസിക്കും? കമിഴ്ന്നു കിടന്ന് കണ്ണുകൾ മുറുകെ അടച്ചു. ഓർമ്മകൾ തീച്ചൂളയിൽ എന്നപ്പോൾ പൊള്ളിക്കുന്നുണ്ട്. പൊട്ടിക്കരയാൻ കൊതിച്ചു. അരുണ, തലമുടിയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കരസ്പർശം. എന്താടി ഞാൻ പറഞ്ഞത് ഫീലായോ? ഇഷ്ടമല്ലേൽ മറന്നേക്ക്. അടുത്തായിരിക്കുന്നവനെ തല ഉയർത്തി നോക്കാതെ ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. കരയാൻ വേണ്ടി എന്താ അരുണ സംഭവിച്ചത്? ഏയ്, ഒന്നുമില്ലടാ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ബാല്യം, അച്ഛൻ അമ്മ, എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും മക്കളൊക്കെയായി സുഖമായി ജീവിക്കുന്നു. അതെന്താ, നിനക്ക് സന്തോഷമില്ലെന്നാണോ? പെട്ടെന്ന് അവൾ ഡെന്നിയുടെ 2 കൈയും ചേർത്ത് മുറുകെ പിടിച്ചു. അങ്ങനെ അല്ലടാ, എനിക്ക് സന്തോഷമാണ്. ബാല്യത്തിലെ ഒറ്റപ്പെടൽ കൗമാരത്തിലുണ്ടായിരുന്നില്ല. സാമുവൽ ഡോക്ടർ, എൻ്റെ പപ്പ, മമ്മി, പിന്നെ കൂടപ്പിറപ്പല്ലേലും ഈ ഡെന്നീസ്, എല്ലാവരും എൻ്റേത് മാത്രമാണല്ലോ. മതി, കിടന്നോ. അവൾ പതിയെ ചരിഞ്ഞു കിടന്നു.
ഡെന്നി തല കുലുക്കി ചിരിക്കുന്നുണ്ട്. എന്താടാ? എൻ്റെ അരുണ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു. ഈ മനസ്സ് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നറിയാൻ എനിക്ക് സാധിക്കും. ഇപ്പോൾ ഞാൻ പോവുക. നാളെ കഴിഞ്ഞ് പിറ്റേന്ന് സാറ്റർഡേ ആണ്. ആനിക്ക് കോളേജില്ല. നമുക്ക് 3 പേർക്കും ഇവിടുത്തെ സ്ഥലങ്ങളൊന്ന് കാണാൻ പോകാം. പിന്നെ ഈ IPSകാരിക്ക് എൻ്റെ വക ഒരു സർപ്രൈസും. കവിളിൽ വിരൽ വെച്ച് തഴുകുമ്പോൾ കണ്ണുകൾ അടഞ്ഞു. മേരിക്കുട്ടി, നിഷ എവിടെ? കണ്ടില്ലല്ലോ. ഇനി രാവിലെ ഹരി വന്ന് കൊണ്ടുപോയോ? വല്യമ്മച്ചി ഉറക്കെ ചോദിച്ചു. ഡൈനിങ് ടേബിളിലിരുന്ന എഡിൻ സൂസനെ തുറച്ചു നോക്കി. ഒന്ന് സമാധാനപ്പെട്ട് ചെക്ക. സമാധാനപ്പെടാം. പക്ഷെ അവളെ ആരേലും കൊത്തിക്കൊണ്ടു പോയാൽ എല്ലാം നശിപ്പിക്കും ഞാൻ. ഇന്ന് ഹരി വരില്ല വല്യമ്മച്ചി. അവൻ എന്തോ തിരക്ക്. ആണോ? ഹരി വിളിച്ചായിരുന്നോ? നിങ്ങൾ കൂട്ടായോ മക്കളെ? ആള് ഒരു പാവം കർഷകനല്ലേ? എന്തോ എനിക്കിഷ്ടായി. നല്ല മോന. പക്ഷേ ഇനി നിഷമോൾ എങ്ങനെ പോകും അമ്മച്ചി? മേരിക്കുട്ടി എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് വെള്ളയപ്പം പകർന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ ആൻറ്റി, ഡെന്നിയും അവൻ്റെ കാറും ഇവിടെ ഉണ്ടല്ലോ. എന്താടാ, പോകില്ലേ? ദേ അരുണക്കൊച്ചെ, നിഷയുടെ കാര്യത്തിൽ പുറത്തുനിന്ന് ആരും ഇടപെടണ്ട. എഡിൻ ഇവിടെ ഉണ്ട്. അവൻ കോളേജിലാക്കും. അരുണയുടെ നോട്ടം എഡിനിൽ തന്നെയാണ്. അവൾ ഒറ്റക്കണ്ണ് ഇറക്കിയതും ചെക്കൻ പുഞ്ചിരിച്ചു. മമ്മി, എനിക്ക് പറ്റില്ല. ഇന്ന് നേരത്തെ ട്രാവൽസ് വരെ പോകണം. പപ്പ ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. എഡിൻ ധൃതിയിൽ എഴുന്നേറ്റു. കർത്താവേ, ഈ ചെക്കനിത് എന്തൊക്കെയാ പറയുന്നത്? പല നേരം പല സ്വഭാവം. അവന് വേണ്ടി സംസാരിച്ച ഞാനിത് ആരായി? മോള് റെഡിയായോ? ഈ വേഷത്തിലല്ലേ കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായി കാണുന്നത്? എടാ ചെക്ക, മതി. നോക്കി നോക്കി നീ അതിനെ ഇല്ലാണ്ടാക്കൂ. അരുൺ അവൻ്റെ കാലിൽ ചവിട്ടി. ഒന്ന് പൊടി. നോക്കാതിരിക്കണമെങ്കിൽ ഞാൻ കണ്ണ് പൊട്ടനാവണം. ഡെന്നി ഡോക്ടർക്ക് പ്രണയം തലയ്ക്ക് പിടിച്ചു. കൊച്ചേ, ഹരിക്ക് പകരം ഇന്ന് ഡെന്നിയാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ്റെ നോട്ടം മുഴുവൻ തന്നിലാണ് എന്ന് തോന്നിയതും അവൾ തല താഴ്ത്തി. നിഷ, എന്താ ഒന്നും പറയാത്തെ? ഡോക്ടർക്കൊപ്പം പൊയ്ക്കോളാം വല്യമ്മച്ചി. അവൾക്ക് പിന്നെ ഇന്ന ആൾ തന്നെ വേണം എന്നില്ല. ആരായാലും ഓക്കെയാ അല്ലേ നിഷാനി? സൂസൻ പുച്ഛത്തിൽ പറഞ്ഞു. ഡെന്നി ചെയർ പിന്നിലേക്ക് വലിച്ചു നീക്കി ചാടി എഴുന്നേറ്റതും അവർ ഒന്ന് വിറച്ചു. ഈ ഭയം അത് നല്ലതാ. പഴയത് മറക്കണ്ട. എനിക്ക് ഭ്രാന്ത് വന്നാൽ പ്രായമൊന്നും കണ്ണിൽ പിടിക്കില്ല ആൻറ്റി. ഹായ് നിഷ, സൂപ്പർ ചുരിദാറ്, നല്ല ഭംഗി. ഇത് സ്റ്റിച്ച് ചെയ്തതാണോ? അരുണ ചോദിച്ചു. ഹരിയേട്ടൻ്റെ അമ്മയാ എൻ്റെ ഡ്രസ്സുകൾ തയ്ച്ചു തരുന്നത്. ആണോ? എനിക്കിഷ്ടായി. ദേവിക നല്ല തയ്യൽക്കാരിയാ. ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക കല്യാണ ഡ്രസ്സുകളും അവൾക്ക് മുന്നിലാ ആദ്യം എത്തുന്നത്. എന്നാ എനിക്ക് ആ ദേവി ആൻറ്റിയെ ഒന്ന് കാണണമല്ലോ വല്യമ്മച്ചി. അതിനെന്താ, നിഷമോളെയും കൂട്ടി ഒരു ദിവസം പോയിക്കോ. അരുണയ്ക്ക് ഇഷ്ടമുള്ള മോഡൽ പറഞ്ഞു കൊടുത്താൽ മതി. 2 ദിവസം കൊണ്ട് തയ്ച്ച് കയ്യിൽ തരും. പക്ഷേ കാശ് അത് കൊടുത്തില്ലേ ദേവികയുടെ വിധം മാറും. പോകാം നിഷാനി. ഡെന്നി കാറിൻ്റെ കീ കയ്യിലേക്ക് എടുത്തു. അവൾ പരുങ്ങുന്നുണ്ട്. ചെല്ലുകൊച്ചേ. വല്യമ്മച്ചി, ഞങ്ങളെ കൂടി കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ പറയോ? എന്തായാലും ഇച്ചായൻ ആ വഴിയല്ലേ? നാൻസി ചിണുങ്ങി. ജാസ്മിനും ഒപ്പം കൂടി. നിങ്ങൾ സ്കൂട്ടിയിലല്ലേ പോകാറ്? ഇന്നെന്താ ഒരു മാറ്റം? അവളെ തനിച്ച് കൊണ്ടുപോകുന്നതിൽ മറ്റു പല കാര്യങ്ങളും കാണും. നിങ്ങൾ പോയാൽ അത് നടക്കില്ല. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ എൻ്റെ അമ്മച്ചിയും. സൂസൻ ആൻറ്റി, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവരും ചെല്ലട്ടെ. ഡെന്നി എതിരൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ അരുണ, അവൾക്ക് വെളിവും ബോധവും ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും പല്ലിയെ പോലെ. നമ്മളത് ശ്രദ്ധിക്കണ്ട.